പ്രിയപ്പെട്ടവരെ, നമ്മുടെ വർത്തമാന കേരളം സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ലഹരി ഉപയോഗവും ലഹരി അടിമത്വവും അതുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങളും. ഞാൻ അതേക്കുറിച്ച് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നെ ഇവിടെ സംസാരിക്കാനായി ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് ആദ്യമേ നന്ദി പറയുന്നു. സമയപരിമിതി മൂലം നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. മനുഷ്യൻ എന്നു മുതലാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങിയത്? വളരെ പ്രധാനപ്പെട്ട ഒരു നരവംശാസ്ത്രപരമായ ചോദ്യമാണത്. കൃത്യമായ ഉത്തരങ്ങളിലേക്ക് നാം എത്തിച്ചേരുന്നതേയുള്ളൂ. ലേറ്റ് പ്ലീസ്റ്റോസീൻ യുഗത്തിൻ്റെ അവസാന കാലത്ത്, അപ്പർ പാലിയോലിത്തിക് പീരീഡ് എന്നറിയപ്പെടുന്ന ഉത്തര പ്രാചീന ശിലായുഗത്തിൽ തന്നെ മനുഷ്യൻ സൈക്കഡെലിക്സ് എന്ന് വിളിക്കപ്പെടുന്ന മയക്കുമരുന്നുകൾ, മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തെ, അവബോധത്തെ മാറ്റി തീർക്കാൻ ശേഷിയുള്ള സസ്യങ്ങൾ, അവയുടെ വിത്തുകൾ എല്ലാം ഉപയോഗിച്ചിരുന്നു എന്നതിന് ഇന്ന് നരവംശാസ്ത്രപരമായ തെളിവുകളുണ്ട്. ഉത്തരപ്രാചീന ശിലായുഗം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 40,000 തൊട്ട് 10,000 വർഷങ്ങൾ മുമ്പുള്ള കാലഘട്ടമാണ്. ഐസ് ഏജിൻ്റെ അവസാന കാലഘട്ടം. ഈ കാലഘട്ടത്തിലെ ഗുഹാചിത്രങ്ങളിലും കണ്ടെടുക്കപ്പെട്ട പാലിയന്റോളജിക്കലായ തെളിവുകളും എല്ലാം നമ്മളോട് പറയുന്നത് ആ കാലഘട്ടത്തിലായിരിക്കണം മനുഷ്യൻ, മോഡേൺ മാൻ, ഹോമോസാപ്പിയൻസ് എന്ന് വിളിക്കപ്പെടുന്ന ആധുനിക മനുഷ്യൻ ലഹരിയുടെ ലോകത്തേക്ക് പതിയെ പതിയെ കടന്നു വന്നത്. അത് ഷാമനിക പ്രാക്ടീസായി, ഷാമനിക് പ്രാക്ടീസസ്, താന്ത്രിക ആചാരങ്ങൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക് ഒക്കെ വീര്യം കൂട്ടുന്നതിനും അതീന്ദ്രിയ ലോകത്തെ ആത്മാക്കളോട് സംവദിക്കുന്നതിനുമൊക്കെ പ്രാചീന മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു. എന്താണ് വർത്തമാനകാല ലോകത്തിൽ ലഹരി വസ്തുക്കളുടെ സ്ഥാനം? എങ്ങനെയാണ് ലഹരി വസ്തുക്കളും മനുഷ്യരും തമ്മിലുള്ള ഈ സഹവർത്തിത്വവും ഒരുമിച്ചുള്ള യാത്രയും അതിൻ്റെ തകർച്ചയും പ്രത്യാഘാതവും തിരിച്ചടികളും മാനവവംശത്തെ ചരിത്രത്തിലൂടെ, സഹസ്രാബ്ദങ്ങളിലൂടെ, യുഗങ്ങളിലൂടെ സ്വാധീനിച്ചത്? അതേക്കുറിച്ചുള്ള ചില ശാസ്ത്രീയ വസ്തുതകൾ, ചുരുക്കം ചില ശാസ്ത്രീയ വസ്തുതകൾ ഞാൻ നിങ്ങളോട് ആദ്യമേ പങ്കുവയ്ക്കാം. അതിനുശേഷം രണ്ടാമതായി ഇന്ന് നമ്മുടെ വർത്തമാനകാല കേരളത്തിൽ സജീവമായി ഉയർന്നു വന്നിട്ടുള്ള ചില ചർച്ചകൾക്ക് ഞാൻ എൻ്റേതായ രീതിയിൽ ചില മറുപടികൾ, ചില വിശദീകരണങ്ങൾ, എൻ്റെ ചില തോന്നലുകൾ, ധാരണകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഡിപ്പെൻഡൻസ് അഥവാ അടിമത്തം? നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വാക്കാണ് ഡിപ്പെൻഡൻസ്, അടിമത്തം, ലഹരി അടിമത്തം. ലഹരി അടിമത്തത്തെ നാം എങ്ങനെയാണ് നിർവചിക്കുക? ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമായ ഒരു സമീപനമായിരുന്നു, അല്ലെങ്കിൽ വിശദീകരണമായിരുന്നു എഡ്വേർഡ് ആൻഡ് ഗ്രോസ്, 2 സൈക്കോളജിസ്റ്റുകളാണ്. അവർ 1976 മുന്നോട്ട് വെച്ചത്. എന്തായിരുന്നു ആശയങ്ങൾ? ഈ ആശയങ്ങളാണ്, അല്ലെങ്കിൽ ഈ നിർവചനങ്ങളാണ് പിന്നീട് ലഹരി അടിമത്തത്തെ നിർവചിക്കുന്നതിനായി ലോകമെമ്പാടുമുള്ള രോഗനിർണയത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന മാർഗരേഖകളായിട്ടുള്ള ICD-10, DSM-5 തുടങ്ങിയ മാർഗരേഖകൾ ഉപയോഗിച്ചത്. എന്തൊക്കെയായിരുന്നു അത്? സാലിയൻസ്, ടോളറൻസ്
narrowing of the repertoire, reinstatement of the previous dependence pattern, craving, tolerance, ഇതൊക്കെയായിരുന്നു വിഡ്രോവൽ സിംറ്റംസ്. ഇതൊക്കെയായിരുന്നു അവർ മുന്നോട്ട് വെച്ച ക്രൈറ്റീരിയ അഥവാ മാർഗനിർദ്ദേശങ്ങൾ. എന്തൊക്കെയായിരുന്നു അവ? സാലിയൻസ്, increased salience of drinking. The importance of drinking behavior increases often to the point where it takes precedence over other aspects of life. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളുടെയും സമസ്ത ആനന്ദങ്ങളുടെയും മുകളിലായി ലഹരിയെ പ്രതിഷ്ഠിക്കുന്ന ഒരു ലഹരി അടിമത്തത്തിന് വിധേയനായ വ്യക്തിയുടെ മനോഭാവത്തെ കുറിക്കുന്ന വാക്കാണ് സാലിയൻസ്. സമസ്ത ആഹ്ലാദങ്ങൾക്കും മുകളിലായി ലഹരിയെ പ്രതിഷ്ഠിക്കുന്നു. അതുപോലെ നാരോയിങ് ഓഫ് ദ റിപ്പറ്റോയർ, ഡ്രിങ്കിങ് പാറ്റേൺസ്, എന്നും കഴിക്കുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന രീതികൾ പതുക്കെ പതുക്കെ ചുരുങ്ങി വന്ന് അവരുടെ ചുമതലകളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും എല്ലാം മാറി ഒരു ഫിക്സഡ് സെറ്റിങ്ങിലേക്ക് മാറുക. നമ്മൾ സോഷ്യൽ ഡ്രിങ്കിങ് എന്നൊക്കെയുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ വിട്ട് ലഹരി മാത്രമാണ് ആനന്ദം എന്നുള്ള രീതിയിലേക്ക് ഒരു വ്യക്തിയുടെ സാമൂഹ്യ ജീവിത പരിസരങ്ങൾ പരിമിതപ്പെടുക. നാരോയിങ് ഓഫ് ദ റിപ്പറ്റോയർ. ടോളറൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. ടോളറൻസ്. ഇപ്പോൾ ആനന്ദാനുഭൂതി അഥവാ യൂഫോറിയ ലഭിക്കാനായി കഴിക്കുന്ന ലഹരി മരുന്നിൻ്റെ അളവ് ക്രമേണ കൂടിക്കൂടി വരിക. മദ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2 പെഗോ 3 പെഗോ മദ്യം ഉപയോഗിച്ചാൽ ഇപ്പോൾ ആനന്ദവും സന്തോഷവും ഒക്കെ അനുഭവപ്പെടുന്ന വ്യക്തി കുറച്ചധികം നാൾ ഇതേ അളവ് തന്നെ ഉപയോഗിച്ചാൽ ക്രമാനുഗതമായി ഈ അളവ് കൂടിക്കൂടി വരും. ടോളറൻസ് ഡെവലപ്പ് ചെയ്യുന്നതാണത്. ടോളറൻസ്. വിഡ്രോവൽ സിംറ്റംസ്, പിൻവാങ്ങൽ ലക്ഷണങ്ങൾ. നമ്മുടെ മസ്തിഷ്കത്തിലാണ് എല്ലാ ലഹരി വസ്തുക്കളും പ്രവർത്തിക്കുന്നത്. ഞാൻ അതേക്കുറിച്ച് വിശദമായി പറയാം. നമ്മുടെ മസ്തിഷ്കത്തിലാണ് എല്ലാ ലഹരി വസ്തുക്കളും പ്രവർത്തിക്കുന്നത്. നമ്മുടെ മസ്തിഷ്കത്തിൽ ആനന്ദാനുഭൂതികളെ നിയന്ത്രിക്കുന്ന ഒരു പാത്വേ ഉണ്ട്, ഒരു ന്യൂറൽ ട്രാക്റ്റ്. പ്ലഷർ പാത്വേ എന്നാണ് അത് അറിയപ്പെടുന്നത്. നിങ്ങൾ ആ വാക്ക് കേട്ടിട്ടുണ്ടാവും, പ്ലഷർ പാത്വേ. സാങ്കേതിക ഭാഷയിൽ അതിനെ മീസോലിംബിക് പാത്വേ എന്ന് വിളിക്കാം. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ 2 സ്ട്രക്ചേഴ്സാണ് വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ ആൻഡ് ന്യൂക്ലിയസ് അക്യുംബൻസ്. സാങ്കേതികമായ വാക്കുകളാണ്. ഈ 2 ഭാഗങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ന്യൂറൽ ട്രാക്റ്റ് ആണ് മീസോലിംബിക് പാത്വേ. ഇതാണ് പ്ലഷർ പാത്വേ. ഈ പ്ലഷർ പാത്വേയിൽ നിരവധിയായിട്ടുള്ള രാസവസ്തുക്കൾ സ്വാധീനം ചെലുത്തുന്നു. സ്വാഭാവികമായിട്ട് നമ്മുടെ മസ്തിഷ്കത്തിന് ആനന്ദാനുഭൂതി ജനിപ്പിക്കുന്നതിനായി അതിനകത്ത് തന്നെ ഒപ്പിയോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ കറുപ്പ് പോലെയുള്ള ചില രാസവസ്തുക്കൾ, എൻഡോർഫിൻസ് എന്ന് സാങ്കേതികമായി വിളിക്കാം. അതുപോലെ കഞ്ചാവ് പോലെയുള്ള ചില രാസവസ്തുക്കൾ, എൻഡോകനാബിനോയിഡ്സ് എന്ന് വിളിക്കാം. ആനന്ദമൈഡ് എന്നൊക്കെ പറയുന്ന കെമിക്കൽ ആ വിഭാഗത്തിൽപ്പെട്ടതാണ്. അതുപോലെ സ്റ്റിമുലൻസ്. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഈ ആനന്ദാനുഭൂതി നൽകുന്ന മീസോലിംബിക് പാത്വേയിലാണ്. അവസാനം ഡോപ്പമീൻ എന്ന രാസവസ്തു ഈ പാത്വേയിൽ ഉൽപ്പാദിതമാകുന്നു. അപ്പോഴാണ് നമുക്ക് ആനന്ദാനുഭൂതി കിട്ടുന്നത്. പരിണാമപരമായി മനുഷ്യൻ ആർജിച്ചതാണ് ഈ പ്ലഷർ പാത്വേ. ഭക്ഷണം കഴിക്കാൻ, നമ്മുടെ സാമൂഹ്യ അനുകൂലനങ്ങൾക്ക്, രതിയിലേർപ്പെടാൻ, ആനന്ദം അനുഭവിക്കാൻ പരിണാമപരമായി പാരിസ്ഥിതിക അനുകൂലനത്തിൻ്റെ ഭാഗമായി മനുഷ്യരിൽ, ഒരുപക്ഷെ മനുഷ്യർക്ക് മുമ്പ് പ്രൈമേറ്റുകളിൽ, ആദിമ ജീവികളിൽ, മാമൽസിൽ, സസ്തനികളിൽ ഒക്കെ ഉത്ഭവിച്ച ഒരു പാത്വേയാണ്, ന്യൂറൽ ട്രാക്റ്റാണ് മീസോലിംബിക് പാത്വേ. മനുഷ്യരിൽ നിന്ന് ഘടനാപരമായ വ്യത്യാസങ്ങളോടെ അത് മറ്റു പ്രൈമേറ്റുകളിലും കാണപ്പെടുന്നു. ഈ പ്ലഷർ പാത്വേയിലാണ് ലഹരി വസ്തുക്കൾ പ്രവർത്തിക്കുന്നത്.
ഈ ലഹരി വസ്തുക്കൾ മസ്തിഷ്കത്തെ സ്വാധീനിച്ച് ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടാക്കും. അതായത് മസ്തിഷ്കത്തിൽ സൂക്ഷ്മമായ വ്യതിയാനങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ലഹരി വസ്തുക്കൾ പെട്ടെന്ന് നിർത്തുമ്പോൾ വ്യക്തിക്ക് പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഉണ്ടാവും. പിൻവാങ്ങൽ ലക്ഷണങ്ങൾ മദ്യം ഉപയോഗിക്കുന്നവരിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. കൈകൾക്കുണ്ടാകുന്ന വിറയൽ, അതുപോലെ BP, പൾസ്, ഇതിനൊക്കെ ഉണ്ടാകുന്ന വ്യതിയാനം, ചിത്തഭ്രമത്തിൻ്റെ ലക്ഷണങ്ങൾ, അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ, ഒരുപക്ഷെ മരണകാരണമായേക്കാവുന്ന ഡിലീരിയം ട്രമൻസ് പോലെയുള്ള ഗുരുതരമായ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത് എഡ്വേർഡ് ആൻഡ് ഗ്രോസ് മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ലഹരി അടിമത്തത്തിൻ്റെ ഒരു ലക്ഷണമാണ് വിഡ്രോവൽ സിംറ്റംസ് അഥവാ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ. സബ്ജക്റ്റീവ് അവെയർനെസ് ഓഫ് കമ്പൽഷൻ, ക്രേവിംഗ്, അദമ്യമായ ആഗ്രഹം, വീണ്ടും വീണ്ടും കഴിക്കണമെന്നുള്ള അദമ്യമായ ആഗ്രഹം. ശരീരത്തിൽ ലഹരി വസ്തുക്കളുടെ അളവ് കുറഞ്ഞു പോകുമ്പോൾ നമ്മുടെ മസ്തിഷ്കം വീണ്ടും വീണ്ടും ആനന്ദത്തിനു വേണ്ടി അദമ്യമായി ആഗ്രഹിക്കുന്നു. ക്രേവിംഗ് ലഹരി അടിമത്തത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് ക്രേവിംഗ്. റീഇൻസ്റ്റേറ്റ്മെന്റ് ആഫ്റ്റർ ആബ്സ്റ്റിനൻസ്. ഒരു വ്യക്തി ലഹരി അടിമത്തത്തിൽ നിന്ന് മോചനം നേടി കുറേ നാളുകളോളം ലഹരി വിമുക്തനായി ജീവിച്ചു. പക്ഷെ ഒരു ദിവസം, ഏതോ ഒരു നിമിഷം അയാൾ വീണ്ടും ആ ലഹരി ഉപയോഗിക്കുന്നു. ഉപയോഗിച്ച മാത്രയിൽ ഏതവസ്ഥയിലുള്ള ഒരു ലഹരി അടിമത്തത്തിലായിരുന്നോ അയാൾ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നാളുകൾക്ക് മുമ്പ്, ആ അവസ്ഥയിലേക്ക് ചുഴലിക്കാറ്റിൽ എന്ന പോലെ എടുത്തെറിയപ്പെടുന്നു. റീഇൻസ്റ്റേറ്റ്മെന്റ് ആഫ്റ്റർ ആബ്സ്റ്റിനൻസ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ലഹരി അടിമത്തം നമ്മുടെ മസ്തിഷ്കത്തിൽ ഘടനാപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു പ്രാവശ്യം ലഹരി അടിമത്തത്തിന് വിധേയനായ ഒരു വ്യക്തിയുടെ പ്ലഷർ പാത്വേയിൽ മായാമുദ്രയായി അത് വീണ് കിടപ്പുണ്ട്. വീണ്ടും ആ ലഹരി വസ്തുവുമായി അയാൾ സമ്പർക്കത്തിലേർപ്പെടുമ്പോൾ വളരെ പെട്ടെന്ന് പഴയ ലഹരി അടിമത്തത്തിലേക്ക് ആ വ്യക്തിയുടെ മനസ്സ് എടുത്തെറിയപ്പെടുന്നു. റീഇൻസ്റ്റേറ്റ്മെന്റ് ആഫ്റ്റർ ആബ്സ്റ്റിനൻസ്. ഇവയാണ് ലഹരി അടിമത്തത്തിൻ്റെ സുപ്രധാനമായ ലക്ഷണങ്ങൾ. നമ്മുടെ സമൂഹം ഇന്ന് സജീവമായി ചർച്ച ചെയ്യുന്ന 2 ലഹരി വസ്തുക്കളെയാണ് ഞാൻ ഇന്നത്തെ ഈ സംഭാഷണത്തിൽ പ്രധാനമായും വിവരിക്കുന്നത്. ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയുന്ന കഞ്ചാവ്, കെനാബിസ്, ഗഞ്ച എന്നുള്ള പേരിലൊക്കെ അറിയുന്ന കഞ്ചാവ്. രണ്ടാമതായി MDMA എന്ന പേരിൽ അറിയപ്പെടുന്ന ലഹരി വസ്തു. കഞ്ചാവിൻ്റെ കാര്യമെടുത്താൽ പ്രധാനമായും അത് ലഭ്യമാകുന്നത്, പ്രധാനമായും എന്നല്ല, കഞ്ചാവ് ലഭ്യമാകുന്നത് ഒരു സസ്യത്തിൽ നിന്നാണ്. നമുക്കെല്ലാവർക്കും അതറിയാം. കെനാബിസ് ഇൻഡിക്ക, കെനാബിസ് സറ്റൈവ എന്നൊക്കെയുള്ള ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ചില സസ്യങ്ങൾ മുൾച്ചെടി വർഗത്തിലാണ് അവയെ ബോട്ടണിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ സസ്യങ്ങളിൽ നിന്നാണ് കഞ്ചാവ് ലഭ്യമാകുന്നത്. അതുപോലെ MDMA എന്നറിയപ്പെടുന്ന രാസലഹരി, ഇത് രണ്ടിനെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ 100 കണക്കിന് രാസസംയുക്തങ്ങൾ അടങ്ങിയ ഒരു സസ്യത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. 100 കണക്കിന് രാസവസ്തുക്കൾ അടങ്ങിയ ഒരു സസ്യത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. അതിന് മാദക സ്വഭാവം നൽകുന്നത് 9-ടെട്രാഹൈഡ്രോകെനാബിനോൾ, 9-THC എന്നറിയപ്പെടുന്ന ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് മാത്രമല്ല, നിരവധിയായ രാസവസ്തുക്കൾ കഞ്ചാവ് എന്ന് പറയുന്ന സസ്യത്തിൽ അടങ്ങിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട രാസവസ്തുവാണ് കെനാബിഡിയോൾ. CBD എന്ന ചുരുക്കപ്പേരിൽ നാം അതിനെ അറിയുന്നു. കെനാബിഡിയോൾ മെഡിക്കൽ മരുവാനയുടെയൊക്കെ ചർച്ചകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്കാണ് കെനാബിഡിയോൾ, CBD. നമ്മുടെ ശരീരത്തിൽ കഞ്ചാവ് പ്രവർത്തിക്കുന്നത് ചില റിസപ്റ്റേഴ്സ് അഥവാ സ്വീകരണികൾ വഴിയാണ്. CB1, CB2 എന്നിവയാണ് ഇവയുടെ
സാങ്കേതികമായ നാമം. CB1 എന്ന് പറയുന്ന റിസപ്റ്റർ അഥവാ സ്വീകരണിയാണ് ഇതിലേറ്റവും പ്രധാനം. അത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ നിരവധി ഭാഗങ്ങളിലുണ്ട്. അമൈഗ്ഡാല, അതുപോലെ ബേസൽ ഗാംഗ്ലിയ, ഹിപ്പോക്യാമ്പസ്, സെറിബെല്ലം, ഇങ്ങനെയൊക്കെയുള്ള മസ്തിഷ്ക ഭാഗങ്ങളിൽ CB1 എന്ന് പറയുന്ന റിസപ്റ്റർ അഥവാ സ്വീകരണിയുണ്ട്. ഈ സ്വീകരണിയിൽ കഞ്ചാവിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റായ 9-THC ബൈൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ചെന്ന് തട്ടുമ്പോഴാണ് കഞ്ചാവ് അതിൻ്റെ മാദക സ്വഭാവത്തെ പുറത്തെടുക്കുന്നത്. ഇത് പ്രധാനമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബേസൽ ഗാംഗ്ലിയ, ഹിപ്പോക്യാമ്പസ്, സെറിബെല്ലം തുടങ്ങിയ ഭാഗങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ്. നമ്മുടെ എല്ലാവരുടെയും ജനറ്റിക് മേക്കപ്പ് വ്യത്യസ്തമാണ്, ശരിയല്ലേ? അതുപോലെ നമ്മുടെ മസ്തിഷ്കവും വ്യത്യസ്തമാണ്. മസ്തിഷ്കത്തിലെ റിസപ്റ്റേഴ്സ് അഥവാ സ്വീകരണികളുടെ വിതരണവും അതിൻ്റെ തീവ്രത, ഓരോ ഏരിയയിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ള അളവുമൊക്കെ ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് ഒരേ ലഹരി വസ്തു തന്നെ ഒരേ അളവിൽ വ്യത്യസ്ത വ്യക്തികളിൽ വ്യത്യസ്ത എഫക്റ്റ് ഉണ്ടാക്കുന്നത്. ഒരു ജോയിൻ്റ് എന്നറിയപ്പെടുന്ന കഞ്ചാവ് ബീഡി 4 വ്യത്യസ്ത വ്യക്തികൾ വലിച്ചു കഴിഞ്ഞാൽ 4 പേർക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിൽ വ്യത്യാസം ഉണ്ടാവും. അത് ഈ കഞ്ചാവിൻ്റെ സ്വീകരണികൾ, CB1 റിസപ്റ്റേഴ്സ് പോലെയുള്ള സ്വീകരണികളുടെ വിതരണത്തിലും എണ്ണത്തിലും വരുന്ന വ്യതിയാനം കൊണ്ടാണ്. കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ സാധാരണയായി അതിൻ്റെ യൂഫോറിക് എഫക്ട്സ് അഥവാ ആനന്ദ അനുഭൂതി ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ വ്യക്തിക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. അതൊരു 30 മിനിറ്റിൽ, അതായത് ഒരു അരമണിക്കൂറിൽ അതിൻ്റെ പീക്ക് ലെവലിലെത്തും. അത് ഏകദേശം ഒരു 2 തൊട്ട് 4 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും. എന്നാൽ ചില കൊഗ്നിറ്റീവ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൗദ്ധികമായ ശേഷികളെ കഞ്ചാവ് സ്വാധീനിക്കുന്നതിനെ കുറിക്കുന്ന സാങ്കേതിക പദമാണ് കൊഗ്നിറ്റീവ് എഫക്ട്സ്. അത് ഏകദേശം ഒരു 5 തൊട്ട് 12 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. കഞ്ചാവ് പല രീതിയിൽ ആളുകൾ ഉപയോഗിക്കും. അതിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റിനെ കഴിക്കുന്നവരുണ്ട്, അത് ചുരുട്ടി വലിക്കുന്നവരുണ്ട്, അത് കേക്കുകളിലും മിഠായികളിലും ചേർത്ത് കഴിക്കുന്നവരുണ്ട്, അതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റിനെ കുത്തിവെച്ച് പരീക്ഷിക്കുന്നവരുണ്ട്. ഇങ്ങനെ നിരവധി രീതിയിൽ കഞ്ചാവിനെ ആളുകൾ ഉപയോഗിക്കുന്നു. ഏതാണ്ട് 8000 വർഷം അല്ലെങ്കിൽ 10000 വർഷം, നിയോലിത്തിക് പീരീഡ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു കാലഘട്ടം മുതലേ തന്നെ കഞ്ചാവിൻ്റെ ഉപയോഗം മനുഷ്യർ തുടങ്ങിയിരുന്നു. ഇന്ത്യയിൽ കഞ്ചാവ് അറിയപ്പെട്ടിരുന്നത് ശിവമൂലി എന്ന പേരിലാണ്. ശിവൻ്റെ പ്രസാദമാണത്. മഹാശിവരാത്രിക്കൊക്കെ പ്രസാദമായിട്ട് ഭാങ് വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്നു. ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്, NDPS ആക്ട്. കഞ്ചാവിൻ്റെ കൾട്ടിവേഷൻ, അതിൻ്റെ കൃഷിയും അതുപോലെ തന്നെ അതിൻ്റെ വിപണനവും അതിൻ്റെ ഉപയോഗവും നിയന്ത്രിച്ചിരിക്കുന്നു. അത് കുറ്റകരമാക്കിയിരിക്കുന്നു. എന്നാൽ ഭാങ് ഇതിൻ്റെ പരിധിയിൽ വരുന്നില്ല. കാരണം കഞ്ചാവിൻ്റെ ഇലകളിൽ നിന്നും വിത്തുകളിൽ നിന്നുമാണ് ഭാങ് ഉണ്ടാക്കുന്നത്. അത് NDPS ആക്ടിൻ്റെ പരിധിയിൽ വരുന്നില്ല. ഇത് നിരവധിയായിട്ടുള്ള രൂപങ്ങളിൽ മനുഷ്യർ ഉപയോഗിക്കുന്നു. ചരസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചരസ്, ജോയിൻ്റ്, പല പേരുകളാണിതിന്. വീട്, പോട്ട്, ഗ്രാസ്. ചില സിനിമകളിലൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ കുട്ടികളതിനെ മറിയാമ്മ എന്നുവരെ പറയുന്നുണ്ട്. ഈ രീതിയിലൊക്കെയാണ് കഞ്ചാവ് വ്യാപകമായി ഉപയോഗിച്ച് വന്നിട്ടുള്ളത്. ഈ കഞ്ചാവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ THC, ടെട്രാഹൈഡ്രോ കനാബിനോൾ, അതുപോലെ CBD, ഇവയുടെ പ്രപ്പോർഷൻസ്, ഇവയുടെ അളവ് വ്യത്യസ്തമായിരിക്കും. THCയുടെ അളവ് എത്ര കൂടുതലാണോ അത്രയേറെ വീര്യമായിരിക്കും കഞ്ചാവിനുള്ളത്. നമ്മളിന്ന് ഈ അടുത്തിടെ വാർത്തകളിൽ അത് കേട്ടിട്ടുണ്ടാവും, ഹൈബ്രിഡ് കഞ്ചാവ്. എന്താണ് ഈ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ പ്രത്യേകത? 9-THCയുടെ അളവ് അതിൽ കൂടുതലാണ്. അത് വീര്യമേറിയ കഞ്ചാവാണ്. ഏതാണ്ട് 4 തൊട്ട് 6% പണ്ട് കഞ്ചാവിലുണ്ടായിരുന്ന THCയുടെ അളവെങ്കിൽ ഇപ്പോൾ പലപ്പോഴും അത് 20 തൊട്ട്
30% വരെ ആകുന്നുണ്ട്. ഇതാണ് ഹൈബ്രിഡ് കഞ്ചാവിനെ സാധാരണ കഞ്ചാവിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. എന്താണ് ഈ കഞ്ചാവ് വലിക്കുന്നതിനെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിനെ നമ്മൾ എതിർക്കാൻ കാരണം? വളരെ പ്രധാനപ്പെട്ട ഒരു പഠനം, അത് പറയുന്നത് യൂറോപ്പിലാണ് ആ പഠനം നടത്തപ്പെട്ടത്. യൂറോപ്പിൽ ഒരാളും കഞ്ചാവ് ഉപയോഗിച്ചില്ലായിരുന്നു എങ്കിൽ 12% ഫസ്റ്റ് എപ്പിസോഡ് സൈക്കോസിസ്, അതായത് ചിത്തഭ്രമത്തിൻ്റെ വരവിനെ, ആദ്യ എപ്പിസോഡിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ് എപ്പിസോഡ് സൈക്കോസിസിൻ്റെ 12% ഫസ്റ്റ് എപ്പിസോഡ് സൈക്കോസിസ് അഥവാ ചിത്തഭ്രമം ഒരു വ്യക്തിക്കുണ്ടാകുന്നതിന് കാരണമാകുന്നത് കഞ്ചാവിൻ്റെ ഉപയോഗമാണ്. ഇത് ലണ്ടനിൽ നടത്തിയ സർവേ പ്രകാരം 32%, ആംസ്റ്റർഡാമിൽ നടത്തിയ പഠനപ്രകാരം 50%. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ആംസ്റ്റർഡാമിൽ സ്കങ്ക് എന്നൊക്കെ പറയുന്ന വളരെ പൊട്ടൻ്റ് ആയിട്ടുള്ള THC ഉള്ള കഞ്ചാവ് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു. 50% അവിടെ ഉണ്ടാകുന്ന ആദ്യ ചിത്തഭ്രമത്തിൻ്റെ കാരണം കഞ്ചാവ് ആണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് സ്കിസോഫ്രീനിയ അഥവാ ചിത്തഭ്രമ രോഗത്തെ ഉണ്ടാക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാനസിക രോഗങ്ങളെക്കുറിച്ച് സാമാന്യമായ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മളിൽ പലരും മാനസിക രോഗങ്ങൾ വരാനായി ജനിതകമായി പരുവപ്പെട്ടവരാണ്. അതിനെ ജനറ്റിക് വൾണറബിലിറ്റി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കാം. ജനിതകമായി പരുവപ്പെട്ടവർ, അതായത് നമുക്കത് വരാനുള്ള റിസ്ക് ഉണ്ട്. പലപ്പോഴും ഈ കഞ്ചാവ് പോലെയുള്ള ഹലൂസിനോജൻസിൻ്റെ ഉപയോഗം നമ്മളിലുള്ള ജനിതക സാധ്യതയെ മറനീക്കി പുറത്തു കൊണ്ടുവരികയും രോഗമാക്കി പരിണമിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ പ്രധാനമാണ്. കഞ്ചാവിൻ്റെ മറ്റ് മാദക സ്വഭാവങ്ങൾ, അത് സമയത്തെക്കുറിച്ചുള്ള സെൻസ് അഥവാ ധാരണയെ മൊത്തത്തിൽ ഓൾട്ടർ ചെയ്യുന്നു. അതൊരു ഹൈ ഉണ്ടാക്കുന്നു. അതുമാത്രമല്ല, ചിത്തഭ്രമത്തിൻ്റെ ലക്ഷണങ്ങളായ ഡെലൂഷൻസ്, ഹലൂസിനേഷൻസ്, മായികമായ അനുഭവങ്ങൾ, മിഥ്യാധാരണകൾ സൃഷ്ടിക്കുന്നു. പലപ്പോഴും ഹെംപ് ഇൻസാനിറ്റി അഥവാ വളരെ പെട്ടെന്നുണ്ടാകുന്ന ചിത്തഭ്രമത്തിൻ്റെ ഒരു എപ്പിസോഡ്. കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി വളരെ പെട്ടെന്ന് അക്രമാസക്തനാവുകയും അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ചിത്തഭ്രമത്തിൻ്റെ ഒരു എപ്പിസോഡിലേക്ക് ഒരു അവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടുകയും ചെയ്യുന്നു. ഹെംപ് ഇൻസാനിറ്റി. ക്രോണിക്കായിട്ട് ഉപയോഗിച്ചാൽ, വളരെ നാളുകൾ ഉപയോഗിച്ചാൽ എമോട്ടിവേഷണൽ സിൻഡ്രോം. എന്താണത്? മോട്ടിവേഷൻ ഇല്ലാത്ത അവസ്ഥ. ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രചോദനം വ്യക്തികൾക്ക് നഷ്ടപ്പെടുന്നു. പലപ്പോഴും നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അറിയാം, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അവർ പതിയെ മാനസികമായും ശാരീരികമായും നീക്കപ്പെടുന്നു. എമോട്ടിവേഷണൽ സിൻഡ്രോം കുട്ടികളിലൊക്കെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമാണിത്. അതുപോലെ തന്നെ അറ്റൻഷൻ സ്പാൻ, ഏകാഗ്രതയുടെ സമയം, എത്ര നേരം ഏകാഗ്രമായിരിക്കാൻ കഴിയും, അതിനെ അത് പരിമിതപ്പെടുത്തുന്നു. പുവർ ജഡ്ജ്മെൻറ്റ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷികളെ അത് ഡിസ്റ്റോർട്ട് ചെയ്യുന്നു. ഈസി ഡിസ്ട്രാക്റ്റബിലിറ്റി, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഇംപെയർഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സ്വന്തം ആശയത്തെ കൃത്യമായി പ്രകാശിപ്പിക്കാൻ കഴിയാതെ വരിക. ഇൻ്റർപേഴ്സണൽ ഇഷ്യൂസ്, വർക്കിംഗ് മെമ്മറി കുറയുക. എന്താണ് ഈ വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞാൽ? വളരെ പെട്ടെന്ന് മുമ്പിലുള്ള വസ്തുതകളെ വെച്ച് നിഗമനങ്ങളിൽ എത്തിച്ചേരാനും പ്രവർത്തിക്കാനുമുള്ള മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പ്രത്യേകതയാണ് വർക്കിംഗ് മെമ്മറി. അതിനെ അത് പരിമിതപ്പെടുത്തുന്നു. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരാശയമാണ് ഈ മെഡിക്കൽ മരുവാന എന്ന് പറയുന്ന ആശയം. കാര്യം ഇത്രയേ ഉള്ളൂ, കഞ്ചാവിനെ ഒരു മെഡിസിനായി നമുക്ക് ഉപയോഗിക്കാം. വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരാശയമാണ്. നമുക്ക് മനസ്സിലാവുന്നത് CBD എന്ന് പറയുന്ന അതിലെ താരതമ്യേന മാദക സ്വഭാവമില്ലാത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് അതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസിന് പ്രധാനമായും ആധാരമായിരിക്കുന്നത്. അതിനെ കൃത്യമായി ഡോസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൃത്യമായി അത് സമൂഹത്തിൽ വിപണിയിൽ ലഭ്യമാക്കുന്ന ഒരു രീതിയിലേക്ക് 100% നമ്മുടെ സമൂഹം ഇനിയും
എത്തിച്ചേർന്നിട്ടില്ല. പ്രധാനമായും ഈ മെഡിക്കൽ കനാബിസ് ഉപയോഗിക്കുന്നത് ക്രോണിക് പെയിൻ, കടുത്ത വേദനകൾക്ക്, കീമോതെറാപ്പി ഇൻഡ്യൂസ്ഡ് നോസിയ, ക്യാൻസർ ചികിത്സയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന കീമോതെറാപ്പി എന്ന് പറയുന്ന ചികിത്സയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആ കീമോതെറാപ്പി ഇൻഡ്യൂസ്ഡ് നോസിയ, ഛർദ്ദിക്കാൻ വരുക, മനം മറിയുക എന്നൊക്കെ നമ്മൾ പറയുന്ന ആ അവസ്ഥയ്ക്ക് അതിന് മരുന്നായി ഉപയോഗിക്കാം. സ്പാസ്റ്റിസിറ്റി ഇൻ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, മസ്തിഷ്കത്തെ ബാധിക്കുന്ന ഒരു സുപ്രധാന രോഗമാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കോച്ചിപ്പിടുത്തം, ഇതിനൊക്കെയാണ് ഈ മെഡിക്കൽ മരുവാന ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ്? അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? റെസ്പിറേറ്ററി സിംറ്റംസ്, ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങൾ, മോട്ടോർ വെഹിക്കിൾ ക്രാഷസ്, വാഹനാപകടങ്ങൾ, ലോവർ ബർത്ത് വെയിറ്റ്, ഗർഭിണികൾ ഉപയോഗിച്ചാൽ കുഞ്ഞിൻ്റെ ശരീരഭാരം കുറയുക, സൈക്കോസിസ്, ചിത്തഭ്രമം, ഓവർഡോസ് ഇഞ്ചുറീസ് ഇൻ പീഡിയാട്രിക് പോപ്പുലേഷൻ, ഇംപെയർഡ് ലേണിംഗ്, പഠിക്കാനുള്ള ശേഷികളെ അത് പരിമിതപ്പെടുത്തുന്നു, മെമ്മറി, അറ്റൻഷൻ, ഇങ്ങനെയുള്ള ബൗദ്ധിക ശേഷികളെ അത് പ്രതികൂലമായി ബാധിക്കുന്നു. വിഷാദത്തിലേക്കും അമിത ഉത്കണ്ഠയിലേക്കും അതുപോലെ തന്നെ സൂയിസൈഡാലിറ്റി, ആത്മഹത്യയിലേക്കും കഞ്ചാവിൻ്റെ ഉപയോഗം എത്തിച്ചതിന് തെളിവുകളുണ്ട്. രണ്ടാമതായി ഞാൻ സംസാരിക്കുന്നത് MDMA കുറിച്ചാണ്. എന്താണ് MDMA? MDMA എന്ന് പറഞ്ഞാൽ 3,4 മെഥിലീൻ ഡയോക്സി മെത്താംഫിറ്റമീൻ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം, MDMA. ഇന്ന് നമ്മുടെ സമൂഹം MDMA കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. MDMAയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് തോന്നുന്നു ഈ ഞാൻ ഇന്ന് സംസാരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്നാണ്. MDMA യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ലഭ്യമല്ല. MDMA എന്ന പേരിൽ നമ്മുടെ തെരുവുകളിൽ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നത് MDMA അല്ല, മറിച്ച് ക്രിസ്റ്റൽ മെത്ത് എന്ന് പറയുന്ന മറ്റൊരു രാസവസ്തുവാണ്. അത് MDMA അല്ല, ക്രിസ്റ്റൽ മെത്ത്, മെത്താംഫിറ്റമീൻ എന്ന് അതിനെ നമുക്ക് വിളിക്കാം. ഈ മെത്താംഫിറ്റമീനും 3,4 മെഥിലീൻ ഡയോക്സി മെത്താംഫിറ്റമീനും കസിൻസ് ആണ്. പക്ഷേ രണ്ടും തമ്മിൽ ഘടനാപരമായും അതിൻ്റെ മസ്തിഷ്ക പ്രവർത്തനങ്ങളിലും വലിയ വ്യത്യാസമുണ്ട്. MDMAക്ക് വലിയ ഒരു സ്വീകാര്യതയും വലിയൊരു പ്രചാരവുമാണ് നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ്. MDMA കേരളത്തിൽ അവൈലബിൾ അല്ല, മറിച്ച് ക്രിസ്റ്റൽ മെത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. മെത്താംഫിറ്റമീൻ രണ്ടും രണ്ടാണ്. ഇത് നമ്മുടെ മീഡിയ നമ്മളിന്ന് മറച്ചു വയ്ക്കുന്നു. ഇതങ്ങനെ വലിയ രഹസ്യമൊന്നുമല്ല. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനടക്കം അതിൻ്റെ കെമിക്കൽ അനാലിസിസ് നടത്തുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ക്രിസ്റ്റൽ മെത്താണ്. MDMA അതിൻ്റെ പ്യുവർ ഫോമിൽ കേരളത്തിൽ ഞാൻ അറിയുന്നിടത്തോളം അവൈലബിൾ അല്ല, മറിച്ച് ക്രിസ്റ്റൽ മെത്താണ് MDMA എന്ന പേരിൽ ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ക്രിസ്റ്റൽ മെത്ത് അഥവാ മെത്താംഫിറ്റമീൻ? അതൊരു സ്റ്റിമുലൻ്റാണ്, ഒരു ഉത്തേജകം. അതൊരു സ്റ്റിമുലൻ്റാണ്, ഒരു ഉത്തേജകം. MDMA എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും MDMA മസ്തിഷ്കത്തിൽ പ്രവർത്തിക്കുന്നത് സെറാറ്റോണർജിക് ന്യൂറോൺസിലാണ്. സെറാട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഒരു ട്രാൻസ്പോർട്ടറിൽ അത് പ്രവർത്തിച്ച് സെറാട്ടോണിൻ്റെ അളവ് കൂട്ടുകയും അങ്ങനെ നമ്മുടെ കോൺഷ്യസ്നെസ് അഥവാ അവബോധത്തിന് വ്യതിയാനങ്ങൾ വരുത്തുകയും യൂഫോറിയ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രാസലഹരിയാണ് MDMA. ഇതല്ല കേരളത്തിൽ കൊടുക്കുന്നത്, മറിച്ച് മെത്താംഫിറ്റമീൻ, ക്രിസ്റ്റൽ മെത്ത് മസ്തിഷ്കത്തിൽ പ്രവർത്തിക്കുന്നത് ഡോപ്പമീൻ, നോറഡ്രിനാലിൻ തുടങ്ങിയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളിലാണ്, അല്ലെങ്കിൽ അവയുടെ ട്രാൻസ്പോർട്ടറുകളാണ്. ട്രാൻസ്പോർട്ടർ എന്ന് പറഞ്ഞാൽ ഇവയെ സിനാപ്സ് അഥവാ നാഡീബന്ധങ്ങളിൽ നിന്ന് വഹിച്ചു കൊണ്ട് പോകുന്ന ഒരു വാഹിനികൾ, അവയിലാണ് മെത്താംഫിറ്റമീൻ പ്രവർത്തിക്കുന്നത്. ഇത് അത്യധികമായ ഉത്തേജനം ഉണ്ടാക്കും, ഹാർട്ട് റേറ്റ് ഒക്കെ കൂട്ടും. പലപ്പോഴും ഇതൊരു പാർട്ടി ഡ്രഗായിട്ടാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്. പാർട്ടികളിലൊക്കെ തുടർച്ചയായിട്ട് നൃത്തം ചെയ്യാൻ, ലൈംഗിക ശേഷി അത് വർദ്ധിപ്പിക്കാൻ, ദിവസങ്ങളോളം ഉണർന്നിരിക്കാൻ, രാത്രിയൊന്നും ഉറക്കമില്ലാതെ ഉണർന്നിരിക്കാൻ, അങ്ങനെയാണ് ഈ ഉത്തേജക വസ്തു കേരളത്തിൽ ഇന്ന് കുട്ടികൾ ഉപയോഗിക്കുന്നത്. ഈ ഉത്തേജക വസ്തു കടുത്ത ന്യൂറോടോക്സിക് ഏജൻ്റാണ്. വലിയ അളവുകളിൽ അത് കടുത്ത ന്യൂറോടോക്സിക് ഏജൻ്റാണ്. ചെറിയ അളവുകളിൽ അത് കുറച്ച് നേരത്തേക്ക് ഒരു ഉത്തേജനം ഉണ്ടാക്കും. വളരെ പെട്ടെന്ന് അതിന് ഡിപ്പെൻഡൻസ് ഡെവലപ്പ് ചെയ്യും, അടിമത്തം,
ടോളറൻസ് വളരെ പെട്ടെന്നായിരിക്കും. ചെറിയ അളവിൽ ഉപയോഗിച്ച് തുടങ്ങിയാൽ വലിയ വലിയ അളവുകളിലേക്ക് പതിയെ പതിയെ മുന്നോട്ട് പോകും. ശരീരത്തിൽ ഈ പ്രാണി എഴയുന്നത് പോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ടാക്ടൈൽ ഹാലൂസിനേഷൻസ്. പലപ്പോഴും അവരിങ്ങനെ ശരീരത്തിൽ ചൊറിഞ്ഞിട്ട് സ്കിന്നിലൊക്കെ മുറിവുകളും അതുപോലെ വ്രണങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും പല്ലൊക്കെ കൊഴിഞ്ഞു പോയി ഒടിഞ്ഞ പല്ലുകളുമായിട്ട് ഈ മെത്താംഫെറ്റമിൻ ഉപയോഗിക്കുന്നവർ നടക്കാറുണ്ട്. അതിനെയാണ് ഈ വായിലെ പല്ലുകൾ കൊഴിയുന്നതിന് അല്ലെങ്കിൽ ഒടിഞ്ഞു പോകുന്നതിന് കാരണം വായിലെ ജലാംശം കുറഞ്ഞു പോകുന്നതാണ്. അതുപോലെ പുവർ ഓറൽ ഹൈജീനും. കാരണം വിശപ്പുണ്ടാവില്ല. മെത്താംഫെറ്റമിൻ ഉപയോഗിച്ചാൽ വിശപ്പുണ്ടാവില്ല. ഇതാണ് കേരളത്തിൽ MDMA എന്ന പേരിൽ ഇന്ന് വിൽക്കപ്പെടുന്നത്. നമ്മൾ 2 ലഹരി വസ്തുക്കളെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിച്ചു. ഒന്ന് കഞ്ചാവും, 2 MDMA എന്ന പേരിൽ വിൽക്കപ്പെടുന്ന മെത്താംഫെറ്റമീൻ അഥവാ ക്രിസ്റ്റൽ മെത്തിനെ കുറിച്ചും. ഈ ലഹരി വസ്തുക്കൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ പ്രതികൂലമായി സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ സമകാലീന കേരളത്തിൽ ഉയർന്നു വന്ന ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട ചർച്ചയെ നാം എങ്ങനെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യണം, അതിനെ എൻഗേജ് ചെയ്യണം, ഇതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇതിനാധാരമായിട്ട് ഞാൻ എടുക്കുന്ന ചില വാദങ്ങൾ, അല്ലെങ്കിൽ ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്ന ചില വാദങ്ങൾ നമ്മുടെ സ്വതന്ത്ര ചിന്താലോകത്തും സാംസ്കാരിക ലോകത്തുമൊക്കെ സജീവ സാന്നിധ്യമായിട്ടുള്ള ശ്രീ മൈത്രേയൻ ഈ അടുത്തിടെ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച ചില വാദങ്ങളാണ്. ആ വാദങ്ങൾക്ക് ചില കോണുകളിൽ നിന്നെങ്കിലും വലിയ സ്വീകാര്യത കിട്ടുകയും അത് നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ചൊക്കെ സജീവ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ആശയങ്ങളോടുള്ള എൻ്റെ ചില മറുപടികൾ അല്ലെങ്കിൽ ചില വിശദീകരണങ്ങൾ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ, ഞാൻ അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ പ്രധാനമായും ആധാരമാക്കുന്നതിന് കാരണം അതിന് ചില കോണുകളിലെങ്കിലും സ്വീകാര്യത കിട്ടുകയും സമൂഹത്തിൽ വലിയ രീതിയിൽ അത് ചർച്ചയാവുകയും ചെയ്തുകൊണ്ടാണ്, അല്ലാതെ വേറെ കാരണം കൊണ്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആ വാദങ്ങൾക്ക് മറുപടി പറയുന്നതിലൂടെ കൂടുതൽ കൃത്യമായ ശാസ്ത്രീയ വസ്തുതകൾ സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പങ്കുവച്ച ഒരു കുറിപ്പിലെ ചില വാദഗതികൾ, ഞാൻ ആ വാദഗതികൾ ആദ്യം വായിക്കാം, അതിനോടുള്ള എൻ്റെ പ്രതികരണങ്ങൾ രണ്ടാമതും. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച ഒരാശയമാണ്, എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ. അതെ, മയക്കുമരുന്നിനെ കുറിച്ച് തന്നെ. രതിത്തൊഴിലാളികളെ 2000-ൽ ഞങ്ങൾ അവരുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കുമ്പോൾ ഈ നാട് മുടിഞ്ഞു പോകുന്നേ എന്ന് വിലപിച്ച് ഞങ്ങളെ ശപിച്ചവർക്ക് മനസ്സിലാക്കാൻ ഞങ്ങളൊരു ലഘുലേഖ അന്ന് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. നിങ്ങളുടെ ചോദ്യങ്ങൾ, ഞങ്ങളുടെ ഉത്തരങ്ങൾ, അത് ഇന്നും ചിലരുടെയൊക്കെ കൈകളിലോ ലൈബ്രറികളിലോ കാണും. അത് ആർക്കെങ്കിലും വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വായിക്കാവുന്നതാണ്. അതുപോലൊരു കോലാഹലമാണ് മയക്കുമരുന്നിൻ്റെ പേരിൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. അദ്ദേഹം വലിയ രീതിയിൽ ലളിതവൽക്കരിക്കുകയാണ്, മിനിമൈസേഷൻ എന്ന് പറയും. രതിത്തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് തത്തുല്യമായ ഒരു സാമൂഹ്യ സാഹചര്യത്തെക്കുറിച്ചുണ്ടായ കോലാഹലമല്ല മയക്കുമരുന്നുകളുടെ കാര്യത്തിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. നമ്മുടെ വിദ്യാലയങ്ങളിൽ, പൊതുസമൂഹത്തിൽ, യുവാക്കളുടെ ഇടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ലഹരി മരുന്നിൻ്റെ ഉപയോഗം എന്ന സാമൂഹ്യ വിപത്തിനെ കുറിച്ചുള്ള ചർച്ചകളാണ്. അതുകൊണ്ട് തന്നെ സാമാന്യവൽക്കരണം കൊണ്ടോ ലളിതവൽക്കരണം കൊണ്ടോ അതിന് കൃത്യമായി നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. രണ്ടും 2 ഗ്രാവിറ്റിയിലുള്ള പ്രശ്നമാണ്. ഒന്ന് സമൂഹത്തെ ഒന്നടങ്കം സ്വാധീനിക്കുന്നത്. ഓരോ കുടുംബവും, കേരളത്തിലെ ഓരോ കുടുംബവും, കുട്ടികളുള്ള, യുവാക്കളുള്ള, ലഹരി അടിമത്തമുള്ള വ്യക്തികൾ ജീവിക്കുന്ന ഓരോ കുടുംബവും അതിൻ്റെ നിഴലിലാണ്. അത്രയും ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒന്നാണ് മയക്കുമരുന്ന് ഉപയോഗവും അതിൻ്റെ പ്രത്യാഘാതങ്ങളും. അത് രതിത്തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സോഷ്യൽ മൂവ്മെൻറ്റുമായി നമുക്ക് കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ താരതമ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടും 2 ഗ്രാവിറ്റിയിലുള്ള പ്രശ്നങ്ങളാണ്. അദ്ദേഹം വീണ്ടും തുടരുന്നു, നിയമങ്ങൾ ഒരു ജനകീയ വ്യവസ്ഥിതിയിൽ
ഒരു ശ്രേണീബദ്ധ തട്ട് സമൂഹത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് പ്രയോഗവൽക്കരിക്കുന്നതും അനുഭവപ്പെടുന്നതും. ഈ നിലപാട് ഇനിയുള്ള ചർച്ചയ്ക്ക് മുമ്പ് നാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഉത്തരവാദിത്തമുള്ള, അവകാശങ്ങളുള്ള, കടമകളുള്ള, സ്വനിയന്ത്രണങ്ങളുള്ള പൗരന്മാരും അനുസരണയുള്ള, കൂറുള്ള, അച്ചടക്കമുള്ള, തീർത്തും വിധേയരായ, തിരുവായ്ക്കെതിർവായില്ലാത്ത പ്രജകളും തമ്മിലുള്ള വ്യത്യാസമാണിത്. അദ്ദേഹം സമൂഹത്തെ ആധുനിക പൗരന്മാർ, അതായത് റെസ്പോൺസിബിൾ സിറ്റിസൺസ്, അവരും അടിമകളായ പ്രജാമനസ്ഥിതി പുലർത്തുന്ന വ്യക്തികളുമായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഈ രണ്ട് വിഭാഗങ്ങൾ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലുള്ളത്. അത് അമിത ലളിതവൽക്കരണമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാവരുടെയും മസ്തിഷ്കത്തിൻ്റെ ഘടന വ്യത്യസ്തമാണ്. നമ്മുടെ വികാരങ്ങൾ, വിചാരങ്ങൾ, ചിന്തകൾ, ക്രിമിനാലിറ്റി, മാനസിക രോഗങ്ങളോടുള്ള നമ്മുടെ വൾണറബിലിറ്റി, അത് വരാനുള്ള സാധ്യത, ഇവയിലെല്ലാം മനുഷ്യർ വ്യത്യസ്തരാണ്. നേച്ചറും നർച്ചറും അതിനെ സ്വാധീനിക്കുന്നു. പ്രകൃതിയും ജീനുകളും, പ്രകൃതി, ജീനുകൾ, പരിസ്ഥിതി എല്ലാം നമ്മുടെ മസ്തിഷ്കങ്ങളെ സ്വാധീനിക്കുന്നു. രണ്ട് രീതിയിലുള്ള പ്രജകളല്ല, അല്ലെങ്കിൽ വ്യക്തികളല്ല നമ്മുടെ സമൂഹത്തിലുള്ളത്. മറിച്ച് അത് സങ്കീർണമാണ്. സങ്കീർണമായ സമൂഹത്തെ, അതിനെ മൊത്തം ബാധിക്കുന്ന പ്രശ്നങ്ങളെ നാം ചർച്ച ചെയ്യുമ്പോൾ ശാസ്ത്രീയ വസ്തുതകൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. ഈ റെസ്പോൺസിബിൾ സിറ്റിസൺസ് എന്നും ആജ്ഞാനുവർത്തികളായ പ്രജകളെന്നും നമ്മുടെ സമൂഹത്തെ വേർതിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരുതരം പോപ്പ് ഫിലോസഫിയാണ്. പോപ്പ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ എവിഡൻസ് ഒന്നും ഇല്ലാത്ത ഒരുതരം ജനപ്രിയ തത്വചിന്ത, അതാണ്. അടിമത്ത വ്യവസ്ഥിതി കാർഷിക കാലഘട്ടത്തിനുള്ളിൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, അടിമത്ത വ്യവസ്ഥിതി കാർഷിക കാലഘട്ടത്തിനുള്ളിൽ രൂപപ്പെട്ടപ്പോൾ അടിമകൾ അത് ഉപയോഗിക്കുന്നത് നിയന്ത്രണ വിധേയമാക്കിയതായി നമുക്ക് കാണാവുന്നതാണ്. മയക്കുമരുന്നുകൾ അനുസരണയുള്ള അടിമകളെ സൃഷ്ടിക്കുന്നതിനോ അവരെ ഉപയോഗിക്കുന്നതിനോ തടസ്സമായി വന്നതാണ് ഇതിനോടുള്ള വിപ്രതിപത്തിക്കുള്ള പ്രധാന കാരണം. എല്ലാ തട്ട് സമൂഹത്തിലും മേൽത്തട്ടിൽ മതിരോത്സവങ്ങൾ അല്ലെങ്കിൽ ലഹരിക്കൂത്ത് ലോകവ്യാപകമായി ഉണ്ടായിരുന്നതായി സാഹിത്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അപ്പോൾ തന്നെ നിയന്ത്രണങ്ങളെല്ലാം അടിമകൾക്കും ഏർപ്പെടുത്തിയിരുന്നതായും കാണാവുന്നതാണ്. ഇന്നും വിമാനങ്ങളിൽ പറക്കുന്നവർക്ക് മദ്യം വിളമ്പുമ്പോൾ ട്രെയിനിലും ബസ്സിലും യാത്ര ചെയ്യുന്നവർക്ക് ഇത് നിരോധിച്ചിരിക്കുന്നു. ദരിദ്ര തൊഴിലാളികൾ കുടിച്ചാൽ അവരുടെ കുടുംബം പട്ടിണിയാവും, ശരിയാണ്. പക്ഷെ ടാറ്റയോ അംബാനിയോ കുടിച്ചാൽ അവരുടെ കുടുംബം പട്ടിണിയാവില്ല. മദ്യമല്ല, കൂലി കുറവോ വരുമാനക്കുറവോ ആണ് പട്ടിണിക്ക് കാരണം. ഒറ്റയടിക്ക് വായിക്കുമ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നാം. ഫ്രെയിമിംഗ് എഫക്റ്റാണ്. എന്താണ് ഈ ഫ്രെയിമിംഗ് എഫക്റ്റ്? ഒരാശയത്തെ വളച്ച് തിരിച്ച് നമുക്ക് കാണുന്ന രീതിയിൽ ഫ്രെയിം ചെയ്ത്, നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് സ്വീകരിക്കാവുന്ന രീതിയിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മേൽത്തട്ടോ കീഴ്ത്തട്ടോ എന്നുള്ളതല്ല, മനുഷ്യ മസ്തിഷ്കത്തെ യുഗങ്ങളായി പരിണാമത്തോടൊപ്പം പിന്തുടർന്ന ഒന്നാണ് സൈക്കഡെലിക്സ്. എന്നാൽ ഇന്ന് ആധുനിക സമൂഹത്തിൽ സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ലഹരി വസ്തുക്കൾ മാത്രമല്ല ഉള്ളത്, മറിച്ച് സിന്തറ്റിക് ഡ്രഗ്സ്, രാസലഹരികൾ വളരെ വ്യാപകമാണ്. ഈ സാഹചര്യത്തിൽ ഈ പോപ്പ് സൈക്കോളജിയുടെ അല്ലെങ്കിൽ ജനപ്രിയ മനഃശാസ്ത്രത്തിൻ്റെ തത്വങ്ങൾ ഇത് വിശദീകരിക്കാൻ മതിയാവില്ല. ഇനി അദ്ദേഹം നിരോധനങ്ങളെക്കുറിച്ച് പറയുന്നു, നിരോധനങ്ങളുടെ പരാജയത്തെക്കുറിച്ച് പറയുന്നു. കഞ്ചാവ് നിയമവിധേയമാക്കിയ അമേരിക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ചും അവയിലുണ്ടായ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഗുണപരമായ മാറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം തുടരുകയാണ്. അദ്ദേഹം പറയുന്ന മറ്റൊരാശയം, മദ്യം നിരോധിക്കുന്നില്ല, പിന്നെ എന്തിനാണ് മയക്കുമരുന്നുകൾ നിരോധിക്കുന്നത്? അവയെ നമുക്ക് ലീഗലൈസ് ചെയ്തുകൂടെ? നിയന്ത്രിതമായി മയക്കുമരുന്നുകൾ ഉപയോഗിച്ചുകൂടെ? എന്താണ് മയക്കുമരുന്നുകളുടെ മുകളിലുള്ള നിയന്ത്രണം എടുത്തു മാറ്റിയാൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്? അഡോളസെന്റ് പീരീഡ് അഥവാ കൗമാര കാലഘട്ടത്തിലുള്ള കുട്ടികളുടെ മസ്തിഷ്കത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ന്യൂറൽ പ്രൂണിങ്. അതായത് മസ്തിഷ്കത്തിലെ കോശങ്ങൾ, അവയുടെ കണക്ഷൻസ് എല്ലാം ഒന്ന് വെട്ടി ഒതുക്കപ്പെട്ട് രൂപപ്പെടുന്നത് ഈ കാലഘട്ടത്തിലാണ്. അതിനെല്ലാം ഒന്ന് പരുവപ്പെടുത്തുന്നത് ഈ കാലഘട്ടത്തിലാണ്. ന്യൂറൽ പ്രൂണിങ്. അഡോളസെന്റ് പീരീഡിൽ ലഹരി വസ്തുക്കൾ, പ്രത്യേകിച്ച് ഹാലൂസിനോജൻസ് പോലെയുള്ള
ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ അത് ഭാവിയിൽ അവരെ ലഹരിക്ക് അടിമകളാക്കും എന്ന് മാത്രമല്ല, അവരുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസ്, ബൗദ്ധികമായ ശേഷികളെ അത് പരിമിതപ്പെടുത്തും. ഒരു വ്യക്തിയുടെ ബുദ്ധി വളർച്ച ഏതാണ്ടൊക്കെ പൂർത്തിയാവുന്നത് ഒരു 10-25 വയസ്സോടു കൂടിയാണ്. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ മുൻഭാഗത്ത് പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നൊരു ഭാഗമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡോൾസോ ലാറ്ററൽ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ്. ഈ ഡോൾസോ ലാറ്ററൽ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ വിവേചന ബുദ്ധിയുടെ അടിസ്ഥാനം. ഇതിൻ്റെ മച്ചുറേഷൻ അഥവാ പ്രായപൂർത്തിയാകൽ നടക്കുന്നത് ഏതാണ്ട് ഒരു 25 വയസ്സോടു കൂടിയാണ്. ഇതിനു മുമ്പേ ലഹരി വസ്തുക്കൾ മസ്തിഷ്കത്തിൽ സ്വാധീനം ചെലുത്തിയാൽ അത് മാനസിക രോഗസാധ്യതയെ വർദ്ധിപ്പിക്കും, ചിത്തഭ്രമ രോഗസാധ്യതയെ വർദ്ധിപ്പിക്കും. ജനിതകമായ രോഗസാധ്യതകൾ ഉറങ്ങിക്കിടക്കുന്നത് പുറത്തു കൊണ്ടുവരും. ഇതേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അദ്ദേഹം പിന്നീട് കൗണ്ടർ കൾച്ചർ മൂവ്മെൻറ്റ്, അമേരിക്കയിലുണ്ടായ കൗണ്ടർ കൾച്ചർ മൂവ്മെൻറ്റിന് എതിരെയാണ് യഥാർത്ഥത്തിൽ ഇത് വന്നത്, ലഹരി നിരോധനം വന്നത് എന്നും കൗണ്ടർ കൾച്ചർ മൂവ്മെൻറ്റിനെ തകർക്കാനായി ഗവൺമെൻറ് പ്ലാൻ ചെയ്തതാണ് എന്നുള്ള രീതിയിൽ ഉള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ കൗണ്ടർ കൾച്ചർ മൂവ്മെൻറ്റ് സ്വാഭാവികമായി പരാജയപ്പെട്ടതാണ്. 60കളിൽ നിന്ന് 70കളിലേക്ക് എത്തിയപ്പോൾ സംഭവിച്ച സാമ്പത്തികമായ തകർച്ചയും ലഹരി ഉപയോഗവും അതുപോലെ തന്നെ അപ്രായോഗികമായ ആശയങ്ങളും ചേർന്ന് യഥാർത്ഥത്തിൽ കൗണ്ടർ കൾച്ചർ മൂവ്മെൻറ്റിനെ തകർക്കുകയായിരുന്നു. കഞ്ചാവ് നിയമവിധേയമാക്കിയ കൊളറാഡോ, കാലിഫോർണിയ, അതുപോലെ വാഷിങ്ടൺ DC എന്നിവിടങ്ങളിലൊക്കെ നടത്തിയ പഠനങ്ങൾ എന്താണ് പറയുന്നത്? അവിടുത്തെ വാഹനാപകടങ്ങളുടെ നിരക്ക് കുത്തനെ കൂടി. നമ്മുടെ സമൂഹത്തെ ലഹരികളോട് നിയന്ത്രണമില്ലാതെ എക്സ്പോസ് ചെയ്താൽ, അത് ഉപയോഗിക്കാൻ എല്ലാവരെയും അനുവദിച്ചാൽ കടുത്ത പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാവുക. എന്താണ് പ്രധാനപ്പെട്ട കാരണം? നമ്മുടെ എല്ലാവരുടെയും മസ്തിഷ്കം ഒരുപോലെയല്ല, എല്ലാവരുടെയും വ്യക്തിത്വം ഒരുപോലെയല്ല. രോഗാവസ്ഥകളോടുള്ള ജനറ്റിക് വൾണറബിലിറ്റി അഥവാ ജനിതക സാധ്യത വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ താല്പര്യമാണ് പലപ്പോഴും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിൽ നമ്മൾ കാണേണ്ടത്. യൂട്ടിലിറ്റാറിയനിസം എന്നറിയപ്പെടുന്ന ഫിലോസഫിക്കൽ ആശയം, തത്വചിന്താപരമായ ആശയം. എന്താണ് ഈ യൂട്ടിലിറ്റാരിയനിസം പറയുന്നത്? മോറലി റൈറ്റ് ആക്ഷൻ ഈസ് ദ വൺ ദാറ്റ് പ്രൊഡ്യൂസസ് ദ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. അതായത് ശരിയായ ഒരു കാര്യം, ധാർമ്മികമായി ശരിയായ ഒരു കാര്യം, അതാണ് സമൂഹത്തിന് അടിസ്ഥാനപരമായി നന്മയെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റാരിയനിസം എന്താണത്? കമ്മ്യൂണിറ്റി അഥവാ സൊസൈറ്റിയുടെ താല്പര്യങ്ങൾ പലപ്പോഴും വ്യക്തി താല്പര്യത്തിന് മുകളിലായി നാം കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പലപ്പോഴും നാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇത് സർവപ്രധാനമാണ്. കാരണം മനുഷ്യൻ അടിസ്ഥാനപരമായി സാമൂഹ്യ ജീവിയാണ്. അവനെ നിലനിർത്തുന്നതും പരിപോഷിപ്പിക്കുന്നതും വളർത്തുന്നതും വലിയൊരു രീതിയിൽ സമൂഹമാണ്. സമൂഹത്തോടുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. അത് പരിണാമപരവുമാണ്. ഈ ആശയത്തിന് വിരുദ്ധമാണ് ലഹരി വസ്തുക്കളുടെ വ്യാപകമായ ലീഗലൈസേഷൻ അഥവാ അവയെ നിയമവിധേയമാക്കുക. അതുപോലെ പ്രധാനപ്പെട്ട ഒരാശയമാണ് പെറ്റേണലിസം. എന്താണ് പെറ്റേണലിസം? ഒരു സ്റ്റേറ്റിന് അതിൻ്റെ ജനതയോടൊരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. സമൂഹത്തിൻ്റെ കളക്റ്റീവ് ഗുഡിന് എതിരെയുള്ള കാര്യങ്ങളെ സമൂഹത്തിന് പലപ്പോഴും, ഒരു സ്റ്റേറ്റിന് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. പെറ്റേണലിസം എന്ന ആശയം ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി ഇന്ന് ലഹരി മരുന്നുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. വലിയൊരു രീതിയിൽ ബൗദ്ധികമായി വളരാത്തൊരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം എന്ന് ഞാൻ വിലയിരുത്തുന്നു. വിദ്യാഭ്യാസപരമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം മദ്യം, പുകയില, ഇത് രണ്ടും സാംസ്കാരികമായി നമുക്ക് നിരോധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നമ്മളത് നിരോധിക്കാത്തത്. അതിൻ്റെ നിരോധനങ്ങൾ പലയിടത്തും പരാജയപ്പെടുകയും ചെയ്തു.
മദ്യമൊക്കെ ഏത് വീട്ടിലും ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഹരി വസ്തുവാണ്. അത് പലപ്പോഴും ഒരു നമ്മളൊരു പറിച്ചു മാറ്റാൻ പറ്റാത്ത വിധം നമ്മുടെ സംസ്കാരത്തിലേക്ക് ഉൾച്ചേർന്നു. മദ്യം ഹാംഫുൾ ആണ് എന്ന കാരണം കൊണ്ട് അതിനേക്കാൾ വലിയൊരു ദുരന്തത്തെ നമ്മുടെ സമൂഹം പേറണം. ഒപ്പിയോയിഡുകൾ പോലെയുള്ള, കൊക്കൈൻ പോലെയുള്ള, മോർഫിൻ പോലെയുള്ള, MDMA, മെത്താംഫിറ്റമിൻ പോലെയുള്ള ലഹരി വസ്തുക്കൾ നിയമവിധേയമാക്കണം എന്ന ആശയം അങ്ങേറ്റം ബാലിശമാണ്. അത് എതിർക്കപ്പെടേണ്ടതാണ്. ഇത്രയും നേരം എൻ്റെ വാക്കുകൾ ക്ഷമയോടെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. നമസ്കാരം.